പണ്ട് ചോദിച്ചിരുന്ന ചോദ്യം, നിനക്ക് വേറെ ജോലിയില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും പലരിൽ നിന്നും ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് നീ ചെയ്യേണ്ട കാര്യം, നീ എന്തിനു ചെയ്യുന്നത്, ഇത് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെട്ടവർ അത് ചെയ്യിച്ചോളൂ, നീ എന്തിനാണ് ഈ വെള്ളത്തിലും ചെളിയിലും ഇറങ്ങി ദേഹം ഇതാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സമയപരിധിയൊന്നുമില്ല. എനിക്ക് അതായത് നമുക്കിത് ആർക്കും കണക്ക് കൊടുക്കേണ്ടതില്ല. ഇറങ്ങുക, മാക്സിമം കളക്ട് ചെയ്യുക. കുളവാഴ എന്ന ഈ അതായത് എന്താ പറയുക, ഒരു ക്യാൻസർ പോലെയാണ്. വന്നാൽ നമ്മുടെ ജലാശയങ്ങൾ കംപ്ലീറ്റ് അത് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി ഉണ്ട്, അവര് പറഞ്ഞതാണ് ഇതിനകത്തുണ്ടാകുന്ന താറാവിൻ്റെ മുട്ടയോ ഇറച്ചിയോ ഇതിനകത്തുള്ള മീൻ പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മലിനമായി പോയി എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ പുഞ്ചക്കരി വെള്ളയാനിക്കായൽ എന്ന് പറഞ്ഞാൽ 5 പഞ്ചായത്തിലത്തെ ശുദ്ധജലം എത്തിക്കുന്ന കായലാണ്. നമ്മളെ അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് വെള്ളയാനിക്കായലിൽ നിന്നാണ്. നമസ്കാരം. 3 വർഷത്തോളമായി വെള്ളായണി കായൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിനു പുഞ്ചക്കരിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, 3 വർഷത്തോളമായില്ലേ ഇത് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട്? അതെ. ഇപ്പോൾ ഒരു കിടിൽ ബോട്ട് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ലഭിച്ചത്? സമ്മാനമായിട്ട് കിട്ടിയതാണ്. അതായത് നമ്മുടെ പുഞ്ചക്കരി വാക്കേഴ്സിന്റെ നേതൃത്വം, നമ്മുടെ കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേരൻ സാറ്, ശുചിത്വ മിഷൻ, ഹരിത കേരള, ഇങ്ങനെ വിവിധ ഗവൺമെൻറ് കൂട്ടായ്മയിലൂടെ അവരുടെ പങ്കാളിത്തത്തോടു കൂടി യങ് ഇന്ത്യ എന്ന് പറയുന്ന അവരാണ് എനിക്കിത് സമ്മാനമായിട്ട് തന്നത്. എത്ര മണിക്ക് ഇറങ്ങും? ഇത്രയും വർഷമായില്ലേ, എത്ര മണിക്ക് ശുചീകരണത്തിനായി ഇറങ്ങും? അങ്ങനെ എനിക്ക് സമയപരിധിയൊന്നുമില്ല. എനിക്ക് അതായത് നമുക്കിത് ആർക്കും കണക്ക് കൊടുക്കേണ്ടതില്ല. ഇറങ്ങുക, മാക്സിമം കളക്ട് ചെയ്യുക. പിന്നെ ഇപ്പം വന്നിട്ട് ഒരു 6 മാസം വരും. കുളവാഴ എന്ന ഈ അതായത് എന്താ പറയുക, ഒരു ക്യാൻസർ പോലെയാണ്. വന്നാൽ നമ്മുടെ ജലാശയങ്ങൾ കംപ്ലീറ്റ് അത് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. മാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് വാരി കരയിടാൻ പറ്റില്ല. കാരണം അത് വാരി കരയിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഒഴുക്കി വിടുക, അത് നേരെ നമ്മളെ തോട് വഴി നേരെ കായൽ ആറ്റിൽ പോയി, ആറ്റിൽ നേരെ കടലിൽ പോകും. കടലിൽ പോയാൽ ഈ ഉപ്പുവെള്ളം കൊണ്ട് ഇത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഭാവിയിൽ ഇതിനെ വാരി കരയെടുക്കാനുള്ള മിഷൻ ഉണ്ടാക്കും. അതിന് എനിക്ക് ഈ വള്ളം തന്നതുപോലെ ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 3 വർഷത്തോളമായി ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നു. അതെ. ഏറ്റവും കൂടുതൽ ഈ കായലിൽ നിന്ന് ലഭിക്കുന്നത് എന്ത് മാലിന്യമാണോ? പ്ലാസ്റ്റിക് ആണോ, അല്ലെങ്കിൽ കുളവാഴയാണോ, എന്താണ്? അല്ല, അതിൽ രണ്ടും ഉണ്ട്. അതായത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിട്ട ഒന്നേ ആവുള്ളൂ. കുളവാഴ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇത് കൊടുക്കേണ്ടത് കുളവാഴ മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ വരുന്ന വേസ്റ്റ് കുളവാഴ, അതായത് 2 കാരണങ്ങളുണ്ട് അതിൽ. കുളവാഴ എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനം. ഈ കുപ്പി ഒഴുകി ഇതിനിടയ്ക്ക് പോയാൽ ഒരാഴ്ച കൊണ്ട് ഇവനെ കവറാവും. ശരി. മൂടിപ്പോവും. അങ്ങനെ ഇത് ഇതിൻ്റെ അടിയിലാവും. അങ്ങനെ ഇത് കാലക്രമേണ ഇത് വെയിലൊക്കെ കൊണ്ട് ഇത് പൊടിഞ്ഞ് അതായത് നമ്മളെ പുഞ്ചക്കരി വെള്ളയാനിക്കായൽ എന്ന് പറഞ്ഞാൽ 5 പഞ്ചായത്തിലത്തെ ഈ ശുദ്ധജലം എത്തിക്കുന്ന കായലാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നു. നമ്മളെ അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് വെള്ളയാനിക്കായലിൽ നിന്നാണ്. അപ്പം ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കപ്പൽ അടുക്കുന്ന നമ്മുടെ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കേണ്ടത് ഇതിൽ നിന്നാണ്. അപ്പം നമുക്കത് ബോധ്യമില്ല. അതായത് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർ ഇതിപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് അവിടത്തേക്കുള്ള വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഇതിനെ നവീകരിക്കും എന്നാണ് എൻ്റെ അറിവ്. ഈ പൊതുവെ ഈ ശുചീകരണത്തിന് ശേഷം ഇത്രയും വർഷമായി, അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഈ മാലിന്യത്തിന്റെ എണ്ണം കുറഞ്ഞു വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അതായത് ഏകദേശം 1300 കിലോ വേസ്റ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 100 കിലോയ്ക്കകത്ത് വരും.
ഇപ്പോൾ ഇന്നിറങ്ങിയത് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഇന്നിറങ്ങിയപ്പോൾ ഇത്രയും കിട്ടിയത്. ഏകദേശം 1 കിലോമീറ്ററിനകത്തുനിന്നുള്ള അതാണിത്. അങ്ങനെ ഉണ്ടാവും, ആ മനുഷ്യനുള്ളിടത്തോളം കാലം പ്ലാസ്റ്റിക് ഉണ്ടാവും. ഈ വിനോദ് പുഞ്ചക്കരി ഈ ഒരു പോരാട്ടത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെ ഈ വേറെ തൊഴിൽ എന്താണ് ചെയ്യുന്നത്? വെൽഡിംഗ് ആണ്. വെൽഡിംഗ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബോർഡ് വെച്ചിട്ട്, അതായത് സിമെന്റ് ബോർഡ് വെച്ചിട്ട് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ്. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റും. ഭൂകമ്പം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ആൾക്കാർക്ക് അപകടം ഉണ്ടാവില്ല. കാര്യം ഇത് മറിഞ്ഞ വീഴുന്ന വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ദേഹത്ത് വീഴുന്ന അപകടമാണ്, മരിച്ചു പോകും. അതേസമയം ഇതാകുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. വല്ല ഒടിവാ ചതവോ മുറിവിൽ അങ്ങ് തീരും, ആളിന് അത് മരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് അതിനിപ്പം ഒത്തിരി വർക്ക് കൂടുതലുണ്ട് എനിക്ക്. ആദ്യത്തെ ബോട്ട് ഇപ്പോൾ എവിടെ പോയി? എൻ്റെ ബോട്ട് കാര്യം അത് ഞാൻ ഇനി പെയിന്റ് അടിച്ച് ഇതുപോലെ പുത്തനായിട്ട് ഞാൻ സൂക്ഷിക്കും. കാരണം ഞാൻ ആക്കിയത് അതാണ്. ഈ മറ്റാരെങ്കിലും സഹായിക്കുന്നുണ്ടോ വൃത്തിയാക്കാൻ വേണ്ടി? അങ്ങനെ ആരും ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. കരയിൽ നിന്നുള്ള സപ്പോർട്ടുകളുണ്ട്. പുഞ്ചഗിരി വോക്കേഴ്സ് എന്ന് പറയുന്ന സംഘടന ഏകദേശം 170 പേരോളം ഉണ്ട്. എനിക്ക് കരയിൽ നിന്നുള്ള ശരിക്കും സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. പണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അത് കഴിഞ്ഞ് 1-2 പേര് വന്ന് പിന്നെ അവരൊക്കെ പോയി. പുതിയ ഈ സംഘടനയിലുള്ള ആൾക്കാർ. ഇത് എല്ലാ ദിവസവും ഇറങ്ങും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ സമയം, എൻ്റെ തൊഴിൽ നോക്കിയിട്ട് എൻ്റെ കാര്യം, എൻ്റെ കുട്ടികളെ ഇതും കൂടെ നോക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം എന്നൊന്നും സമയപരിധിയൊന്നുമില്ല. ചിലപ്പോൾ 7 മണി 7:30 മണി വരെ രാത്രിയിൽ ഞാൻ ഈ കുളവാഴ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇത് ഉണ്ട്. അപ്പൊ ഈ മറ്റുള്ളവരൊക്കെ ചോദിക്കാറുണ്ടോ എന്തിനാണ് അത് പണ്ട് ചോദിച്ചിരുന്ന ചോദ്യം, നിനക്ക് വേറെ ജോലിയില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും പലരിൽ നിന്നും ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം അത് സാധാരണ ഒരാളല്ല, ശരിക്കും ജനപ്രതിനിധി ആയി നമ്മുടെ നാട്ടിനെ സേവിക്കാൻ ഇറങ്ങിയവിടെ ഇതിന്ന്. കാരണം ഇത് നീ ചെയ്യേണ്ട കാര്യം, നീ എന്തിനു ചെയ്യുന്നത്, ഇത് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ അധികാരപ്പെട്ടവർ അത് ചെയ്യിച്ചോളൂ, നീ എന്തിനാണ് ഈ വെള്ളത്തിലും ചെളിയിലും ഇറങ്ങി ദേഹം ഇതാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജന്മം കൊടുത്ത കുട്ടികൾക്ക് കുടിവെള്ളം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പം നമുക്ക് ഇതിന് ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ വെള്ളമായി. ആ ഒരൊറ്റ കാരണത്താലാണ് ഇത് ഇങ്ങനെ ആയത്. ഇതിൽ പിന്നെ എൻ്റെ ഇടപെടലുമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇടപെടലുമുണ്ട് തന്നെ ഇത് ഇങ്ങനെയെങ്കിലും പോകുന്നു. അല്ലെങ്കിൽ ഇതിന് മുമ്പേ ഇത് കുറേ നശിച്ചു പോയേനെ. ഒരു പാർവതി പുത്തനാറിൻ്റെ വേറൊരു ഇതിലേറ്റ് ഇത് പോയേനെ. കേരളത്തിലെ വിവിധ നദികൾ അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ വളരെ പരിതാപകരമാണ്. ഈ ഒരു പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ ഈ വെള്ളായണി കായലിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ പ്ലാസ്റ്റിക് ഏകദേശം 80% മുക്തമാണെന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. 100% എനിക്ക് പറയാൻ കഴിയില്ല. പൊതുവേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെയൊക്കെ പ്രതികരണം എന്താണ്? കാരണം എനിക്ക് തോന്നുന്നു അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ അനാവശ്യമായി നിക്ഷേപിച്ച് അതിൽ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. പൂർണ്ണമായിട്ട് അവർ കൊണ്ടൊന്ന് വലിച്ചെറിയണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതായത് ടൂറിസം മേഖലയായിട്ട് ഇവിടെ അറിയപ്പെടുന്നു. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് വെള്ളദാഹം ഉണ്ടാകും, വെള്ളം കുടിക്കും. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങുമ്പോൾ നമുക്ക് 20 രൂപയേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ 15 രൂപയേ ഉള്ളൂ. 20 രൂപയുണ്ട്. ഇവിടെയൊക്കെ വിൽക്കുന്ന 20 രൂപ. 25 രൂപ ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ 25 രൂപ ആക്കിയിട്ട് ഈ കുപ്പി പറക്കൊണ്ട് കൊടുത്താൽ, ഇപ്പോൾ ഒരു ഈ ഇരിക്കുന്ന കൂടുതൽ മിനറൽ വാട്ടറിന്റെ കുപ്പികളാണുള്ളത്. അതെ, ഈ ഒരു കുപ്പി 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി 50 കുപ്പി വേണം 1 കിലോയ്ക്ക്. ഈ 50 കുപ്പി പറക്കി ചാക്കിനകത്താക്കുമ്പോൾ ഏകദേശം 1 ചാക്ക് കുപ്പി വരും. ഇത് കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവന് 10 രൂപ 16 രൂപ കിട്ടും. അതുകൊണ്ടാണ് ആൾക്കാർ ഇത് എടുക്കാൻ മടിക്കുന്നത്. അതേസമയം ഒരു കുപ്പിക്ക് 1 രൂപ വെച്ച് കിട്ടിയാൽ ഒരൊറ്റ കുപ്പി വലിച്ചെറിയില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാം, 100 കുപ്പി എടുക്കുമ്പോൾ 100 രൂപയായി, അവന് ഒരു ദിവസം കാപ്പിടിക്കാനുള്ള പൈസയായി. അപ്പോൾ ഈ കുപ്പിവെള്ളമേ കുടിക്കുള്ളൂ എന്നിരിക്കുന്ന ആൾക്കാർ ഒന്ന് 5 രൂപ കൂടുതൽ വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ ബോട്ടൊക്കെ കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉത്സാഹം, കടപ്പാടും നന്ദിയും സ്നേഹവും എന്നും ഉണ്ടാവും. ഈ ശുചീകരണത്തിനുള്ള ഉത്സാഹം കൂടിയോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെയാണ്? അതിനേക്കാൾ കൂടുതലുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇപ്പോൾ ബിനു പുഞ്ചഗിരി എന്ന് പറയുമ്പം കേരളത്തിൽ ഏകദേശം എൻ്റെ കണക്കൂട്ടൽ 10-16 സ്കൂളിലെ കുട്ടികളുമായിട്ട് നേരിട്ട് സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ ആവേശവും
അവരുടെ അതായത് എവിടെ വെച്ച് കണ്ടാൽ കുട്ടികൾ കാണുകയാണെങ്കിൽ ആ അങ്കിളെ എന്ന് വിളിച്ചിട്ട് പോകും, അല്ലെങ്കിൽ മാമെന്ന് വിളിച്ചിട്ട് പോകും. അപ്പോൾ അവർക്കറിയാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന്. 2, ഈ കുട്ടികളല്ല ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയണത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ മുതിർന്ന ആൾക്കാരാണ്. കാരണം കുട്ടികൾ, ഞാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുക, വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ ഈ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരുന്ന ഈ കുപ്പികൾ ഒന്നുകിൽ അവർ ഏതെങ്കിലും വലിയ ചാക്കിനകത്തോ എന്തെങ്കിലും കളക്ട് ചെയ്യും, അല്ലെങ്കിൽ മിക്കവാറും അവർ കൊണ്ടുപോകും. അവരവരുടെ സ്കൂളുകളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ബിന്നുകളിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവരെ അത്രയും അവർക്ക് അറിയാം ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്ന്. നമ്മൾ ഈ പുഞ്ചഗിരി വെള്ളായനക്കായൽ ആയിരക്കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെയും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെയും കോളിഫോം ബാക്ടീരിയയുടെയും അളവ് ക്രമാതീതമായിട്ട് കൂടിയിരിക്കുകയാണ്. അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, നമ്മുടെ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി ഉണ്ട്, അവർ പറഞ്ഞതാണ്. ഇതിനകത്തുണ്ടാകുന്ന താറാവിൻ്റെ മുട്ടയോ ഇറച്ചിയോ ഇതിനകത്തുള്ള മീൻ പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഈ മലിനമായി പോയി എന്നാണ് പറയുന്നത്. നിരവധി അംഗീകാരങ്ങളൊക്കെ ലഭിച്ച ഏകദേശം എനിക്ക് തോന്നുന്നു 10-22 പിന്നെ പൊന്നാട കിട്ടിയിട്ടുണ്ട്, 10-15ഓളം മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട്, 10-40,000 ക്യാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ വള്ളം സമ്മാനമായിട്ട് കിട്ടുന്നു. ഇവിടുത്തെ കുളവാഴ വൃത്തിയാക്കാം. അതെ, ഇത് മധുപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ്. അത് പുഞ്ചഗിരി വെള്ളായനിക്കായലിൻ്റെ ഭാഗമായിട്ട് വരുന്ന തോടിൽ നിന്ന് വരുന്ന കുളവാഴാണ് നമ്മുടെ ഈ കാണുന്നത്. ഏകദേശം 90% ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടതാണ്. ഇപ്പം പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നാണ് ഈ കാണുന്നത്. അത് ഇപ്പം ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഈ വാരി എങ്ങോട്ടെങ്കിലും മാറ്റുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ഒഴുക്കി വിടാനേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. ഭാവിയിൽ ഞാൻ വാരി കരയിടാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇതേപോലെ എനിക്ക് വെള്ളം തന്ന പോലെ ആരെങ്കിലുമൊക്കെ ഒരു ജനറേറ്റർ തന്നാൽ, അത് ഇലക്ട്രിക് മോട്ടറിൽ ഞാൻ മിനി ക്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് സാധനം വാരി കരയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒഴുക്കി വിടാതെ വാരി കരയിട്ട് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും. എന്തായാലും ഇപ്പോൾ വൃത്തിയാക്കാൻ പോവുകയാണ് ചേട്ടൻ. എന്തായാലും വിനു പുഞ്ചക്കരി എന്ന വ്യക്തി വെള്ളായണിക്കായൽ യഥാർത്ഥ ശുദ്ധജല തടാകമാക്കി മാറ്റാനുള്ള പോരാട്ടം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹവും അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുതിയ ബോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ഇനിയും അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ ഈ തടാകം വൃത്തിയാക്കാനുള്ള പോരാട്ടത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.